അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുരാഗത്തിൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൽ നിന്നാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദ രചിക്കുന്നത്. സാഹിത്യ കവികൾ അവരുടെ സന്തോഷ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ മറ്റൊരാളെക്കുറിച്ച് സംവദിക്കാറുണ്ട്. പ്രണയപരിവശനായ കാമുകൻ്റെ ആത്മനൊമ്പരങ്ങളാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഫസ്ലിൽ വിശദീകരിക്കുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു വളരെ ശ്രമകരമായിട്ടായിരുന്നു തൻ്റെ രചന നിർവഹിച്ചത്. രചനാവേളയിലുടനീളം അവിടുന്ന് പരീക്ഷണങ്ങളുടെ തീക്കനലുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രചന പൂർത്തീകരിച്ചതിന് ശേഷം ഇമാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിക്കുകയും ആ കാവ്യം പൂർണ്ണമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പാകെ ആലപിക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് ബൂസൂരി റളിയല്ലാഹു അൻഹുവിനെ തടവി. പൂർണ്ണ ആരോഗ്യദൃഢനായി വിരിപ്പിൽ നിന്നുണർന്ന് പ്രഭാതത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഇമാം വഴിമധ്യേ അബൂ റജാഹ് എന്ന തൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ച് താൻ എഴുതിയ കാവ്യം അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ബൂസൂരി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിന്നു. താൻ ഇന്നലെ തിരുനബിയുടെ മുമ്പിൽ ആലപിച്ച ആ കാവ്യത്തെക്കുറിച്ച് ആരെയും അറിയിച്ചില്ലല്ലോ, പിന്നെങ്ങനെ ഇദ്ദേഹം അതറിഞ്ഞത്? ബൂസൂരി ഇമാം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ച് ഞാൻ പല കാവ്യങ്ങളും രചിച്ചിട്ടുണ്ടല്ലോ, അവയിൽ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, അമിൻ തദക്കുരി എന്ന് തുടങ്ങുന്ന കാവ്യമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത്ഭുതപരതന്ത്രനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോട് അബൂ റജാഹ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി നിങ്ങൾ ഈ കാവ്യം തിരുനബിയുടെ സമീപത്ത് നിന്ന് ആലപിക്കുന്നതും അപ്പോൾ മന്ദമാരുതൻ്റെ തലോടലേറ്റ് ഫലഭൂഷ്ടമായ മരച്ചില്ലകൾ ചലിക്കുന്നത് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചായുന്നതും ചെരിയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആനന്ദപുളകിതനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആ കാവ്യം മുഴുവനായി അദ്ദേഹത്തിന് കൈമാറുകയും അത് ജനങ്ങൾക്കിടയിൽ വ്യാപകമാക്കുകയും ചെയ്തു. പ്രാരംഭം മുതൽ പര്യവസാനം വരെയുള്ള 160 വരികളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അലിഞ്ഞു ചേരുകയാണ് കവി. മുത്തുനബിയുടെ മഹത്വവും ഉത്കൃഷ്ടതയും എന്തുമാത്രം ഹൃദയാരിയോട് കൂടിയുള്ളതാണ്. രൂപാലങ്കരങ്ങളും വർണ്ണനകളും ബുർദയിൽ അതിവായനയല്ല. ഇവിടെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ തോൽവി സമ്മതിക്കുകയാണ് കവി. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകീർത്തന കാവ്യം ലോകത്ത് വ്യത്യസ്തമായ പ്രവാചക പ്രകീർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും പ്രസിദ്ധവുമാണ്. ബുർദയിലെ ഓരോ വരിയും കാവ്യസാഹിത്യത്തിൻ്റെ സൗകുമാര്യതയും ഭാവാത്മകതയും പാരമ്യത്തിലെത്തിയതാണ്. പ്രവാചക പ്രേമികളെ ഇഷ്കിൻ തീരത്തെത്തിക്കുന്നതിന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖസീദത്തുൽ ബുർദയേക്കാൾ മറ്റൊരു കാവ്യശകലവും ലോകത്ത് വിരചിതമായിട്ടില്ലെന്നാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അനുരാഗിയുടെ നയനങ്ങളിൽ നിന്ന് ബാഷ്പകണങ്ങൾ കവിൾത്തടങ്ങളിലൂടെ ധാരയായി ഒലിച്ചിറങ്ങുകയാണ്. അപ്പോഴും തൻ്റെ പ്രണയത്തെ സംബന്ധിച്ച് ചോദിക്കുന്നവരോട് അനുരാഗി നിഷേധാത്മകമായാണ് പ്രതികരിക്കുന്നത്. ആത്മജ്ഞാനികളുടെ ചര്യയാണിത്. അവരൊരിക്കലും സ്നേഹത്തെ പ്രഹസനമാക്കാറില്ല, കാരണം അവരുടെ സ്നേഹം ആത്മാർത്ഥമാണ്. സ്നേഹം ഹൃദയത്തിൽ നിന്ന് മറച്ചു വെക്കുമ്പോഴെല്ലാം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അവരുടെ നിലപാട്. പക്ഷേ ചോദ്യകർത്താവിന് വെറുതെ വിടാനുള്ള ഭാവമില്ല. പ്രണയത്തിൻ്റെ രാജകുമാരൻ നിന്റെ ഹൃദയമാകുന്ന പട്ടണത്തിനുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. പിന്നെയും ചോദിക്കുന്നു, കാദിമയിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റോ നിന്റെ അടങ്ങാത്ത കരച്ചിലിൻ്റെ നിദാനം. മദീനയുടെ മറ്റൊരു നാമമാണ് കാദിമ എന്നത്. ദേഷ്യം അടക്കി ശാന്തനാവുക എന്നാണ് കദ്മ് എന്ന പദത്തിനർത്ഥം. മദീനവാസികൾ ദേഷ്യത്തെ അടക്കി നിർത്തി ശാന്തത കൈക്കൊള്ളുന്നവരായതുകൊണ്ടാണ് മദീനയ്ക്ക് ഈ നാമം ലഭിച്ചതെന്ന് അഖ്തർ റിളാ ഖാൻ റളിയല്ലാഹു അൻഹു
അൽ ഫർദ ഫി ഷർഹി ഖസിയത്തുൽ ബുർദ എന്ന കൃതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒട്ടനേകം തെളിവുകൾ നിരത്തിയെങ്കിലും പ്രണയാതുരനാണ് താനെന്ന് സമ്മതിക്കാൻ അനുരാഗി തയ്യാറാവുന്നില്ല. മറച്ചു വെക്കുമ്പോഴും സ്നേഹമറിയാതെ പുറത്തേക്ക് നിർഗളിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ അനുരാഗിക്ക് സാധിക്കുന്നില്ല. എങ്ങനെ സാധിക്കാനാണ്? സ്നേഹം നമ്മുടെ നിയന്ത്രണ പരിധിയിലല്ലല്ലോ. ഒന്ന് അടങ്ങ് എന്ന് ബോധമനസ്സ് ആവശ്യപ്പെടുമ്പോഴും അത് പൂർവാധികം ശക്തി പ്രാപിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തെ പ്രണയം സ്ഥിരപ്പെടുത്താനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുന്നു ചോദ്യകർത്താവ്. പിന്നെന്തുകൊണ്ടാണ് നിൽക്കൂ എന്ന് പറയുമ്പോഴും നിന്റെ നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത്? അടങ്ങൂ എന്ന് കൽപ്പിക്കുമ്പോഴും ഹൃദയം പ്രകമ്പനം കൊള്ളുന്നത്? ദൂസലമിലെ സ്നേഹിതനെ ഓർത്തുകൊണ്ടോ കാദിമയിലെ കാറ്റടിച്ചു വീശിയതുകൊണ്ടോ ഇളമിനെ മിന്നൽ പിണർ തിളങ്ങിയതുകൊണ്ടോ അല്ല നീ കരയുന്നതെങ്കിൽ, അഥവാ ഇത് പ്രേമക്കരച്ചിലല്ലെങ്കിൽ നിനക്കത് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം പ്രണയത്തിന് മുന്നിൽ മാത്രമാണ് ഏതൊരാളും ശിശുവാകുന്നത്. പക്ഷേ നിനക്കിപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനാൽ ഇത് പ്രേമക്കരച്ചിൽ തന്നെയാണെന്ന് ഇമാം പറയുന്നു. ബുർദ ലോകം കീഴടക്കിയതിന് കാരണം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പ്രവാചക സ്തുതിഗീതം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ കണ്ടെത്താനാവൂ. അത് ഖസീദത്തുൽ ബുർദ എന്നാകുന്നു. ബുർദ ഏറ്റവും പ്രശസ്തവും ദേശങ്ങളുടെയും ഭാഷകളുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് ഏറ്റവും പ്രചാരമുള്ളതായി തീർന്നത് പവിത്രമായ പ്രമേയവും ആശയങ്ങളിലെ തത്വശാസ്ത്രവും ആകർഷണീയമായ ശൈലിയും മനോഹരമായ ഗണനയും തുടങ്ങി ഒട്ടനവധി ഭാഷാർത്ഥം ഖസീദ ബുർദക്കുണ്ട്. ബുർദയ്ക്ക് 300-ലധികം പരിഭാഷകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഫിലിപ്പ് ഹിറ്റി പറയുന്നു. മദീനയിലെ മസ്ജിദുൻ നബവിയുടെ ചുവരുകളിൽ പോലും ബുർദ മുഴുവനും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലെ ചില വരികൾ ഇപ്പോഴും അവിടെ കാണാം. ഫ്രഞ്ച് കോളനി വാഴ്ചയിൽ നിന്ന് അൾജീരിയയുടെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങാൻ നേതൃത്വം കൊടുത്ത അബ്ദുൽ ഖാദിർ അൽ ജസാഇരി തൻ്റെ യുദ്ധപതാകയിൽ ആലേഖനം ചെയ്ത ബുർദയുടെ വരികൾ ഇപ്രകാരമായിരുന്നു: ദൈവദൂതരുടെ സഹായമുള്ളവരെ സിംഹങ്ങൾ വനത്തിൽ വെച്ച് കണ്ടാൽ പോലും ഭയന്നു പോകുമെന്ന്. സ്വപ്നത്തിൽ ബുസൂർ റളിയല്ലാഹു അൻഹു കണ്ട പുതപ്പ് പ്രസ്തുത സ്വപ്ന ദർശനത്തിന് നിമിത്തമായ കവിതയ്ക്ക് ശീർഷകമായി ഭവിച്ചു. കഅബ് ഇബ്നു സുഹൈർ എന്ന കവിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതപ്പ് സമ്മാനിച്ച സംഭവം പ്രസിദ്ധമായതാണ്. കഅബിൻ്റെ കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ പുതപ്പ് തൻ്റെ കവിതയിൽ സംതൃപ്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്കും തരുന്നതാവാം എന്ന് ബുസൂർ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടത്. അങ്ങനെ ബുസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വപ്ന വാർത്ത എളുപ്പം പ്രചരിക്കുകയും അത് കവിതയുടെ പ്രശസ്തിക്ക് മാറ്റൊരുക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ബുർദയുടെ കൈയെഴുത്ത് പ്രതികൾ മുസ്ലിം ലോകത്തെങ്ങും പ്രചരിച്ചു. ബുർദ പാരായണം ചെയ്തവർക്ക് അത്ഭുത ഫലങ്ങൾ ഉണ്ടായതും വാർത്തകൾ വന്നു. തന്മൂലം ബുർദക്ക് ഖസീദത്തു ബുർഉദ്ദ എന്ന് പേരും വന്നു. വല്ലാത്തൊരു മാസ്മരികത ബുർദയുടെ വരികൾക്കുണ്ട്. ഏത് നാട്ടുകാർ ഏത് രീതിയിലും ആലപിക്കുമ്പോഴും അത് മനസ്സിന് കുളിർമ ഉണ്ടാക്കി തരുന്നു. ഈ കാവ്യശകലത്തിലെ ഭാഷ വലിയ ഭാഷാ പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മീം എന്ന അക്ഷരം കൊണ്ടാണ് എല്ലാ വരികളും അവസാനിപ്പിക്കുന്നത്. ഖസീദത്തുൽ ബുർദ സാഹിത്യരംഗത്ത് വൻ നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ ബുർദയെ നെഞ്ചോട് ചേർക്കാനുള്ള കാരണങ്ങൾ അതൊന്നുമല്ല. അത് സമ്മാനിക്കുന്ന ആത്മീയ സംതൃപ്തിയും ജീവിത നേട്ടങ്ങളുമാണ്. ബുർദയിലെ ഓരോ വരിയും വ്യത്യസ്ത നേട്ടങ്ങൾക്കുള്ള ഈ ഹേതുകവും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിരിക്കും. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.